നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോർക്കി ഭവനിലാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇന്നാണ് ക്രിസ്മസ് ന്യൂ ഇയർ 2025 നറുക്കെടുപ്പിൻ്റെ ദിവസം. 2 മണിക്ക് നറുക്കെടുപ്പ് നടക്കും. അപ്പോൾ ഇപ്പോൾ മണി 1:45. മാധ്യമപ്രവർത്തകരും ഏജൻറ്റുമാരൊക്കെ ഗോർക്കി ഭവനിലുണ്ട്. അപ്പോൾ ഈ ഗോർക്കി ഭവൻ എവിടെയാണെന്നും അറിയണ്ടേ? അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വഴുതയ്ക്കാട്, അത് ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ഇഗ്നോ അല്ല, നമ്മുടെ ഇഗ്നോയുടെയും ഇഗ്നോ അല്ല, നമ്മുടെ റഷ്യൻ കലാ കേന്ദ്രം ഉണ്ടല്ലോ, അതുപോലെ ഇന്ദിരാ ഗാന്ധി കാണിക്കാം. അതിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളെ റഷ്യൻ ഹൗസിന്, അതായത് നമ്മളിത് ഇവിടെ നിന്ന് വന്ന സ്റ്റാച്ചു ഇന്ന് താഴോട്ട് എത്തിയത് ഇന്ത്യൻ ഓഫീസിന് താഴെ നേരെ പോയാൽ നമുക്ക് എവിടെ എത്താം? പ്രസ് റോഡിൻ്റെ അവിടെ എത്തും. ഇങ്ങനെ പോയാൽ എത്തുന്നത് ബേക്കറി ജംഗ്ഷൻ. അവിടെ നിന്ന് വഴുതക്കാട് അങ്ങനെ പോകും. ബേക്കറി ജംഗ്ഷനിൽ നിന്ന് അവിടെ നിന്ന് നേരെ വരിക. ഇവിടെ റഷ്യൻ ഹൗസ് ഉണ്ട്, അതിൻ്റെ ഇവിടെയാണ് എന്നാണ് നമ്മൾ ഗോർക്കി ഭവൻ. അപ്പോൾ ഇന്നത്തെ എന്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, ഇന്നത്തെ നറുക്കെടുപ്പാണ്. 2025 ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിൻ്റെ നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഗോർക്കി ഭവനിലേക്ക് മെല്ലെ പോയി അകത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഒപ്പം നറുക്കെടുപ്പ് തത്സമയം പ്രേക്ഷകരെ കാണിക്കുകയുമാകാം. അപ്പോൾ ലൈവായി കണ്ടില്ല എന്ന് പറയരുത്. അങ്ങനെ ഈ പടിക്കലൊക്കെ കയറി ഗോർക്കി ഭവനിൽ കയറാം. പടിക്കെട്ടിൻ്റെ ബഹളമാണ് കേട്ടോ. എല്ലാം വലത്തോട്ട് കയറുക, ഇങ്ങനെ അകത്തോട്ട് കയറി വീണ്ടും ഇടത്തോട്ട്. ഇത് കാണുന്ന എല്ലാം പത്ര സുഹൃത്തുക്കളാണ്. റൈറ്റ്. അപ്പോൾ ഇതൊക്കെ ആരാണ്? ഇതെല്ലാം റഷ്യക്കാരാണ്. വായിക്കാൻ അറിയാത്തതുകൊണ്ട് റഷ്യൻ കൾച്ചറൽ സെൻറ്ററിൻ്റെ ഒരു ഹാളാണ് ഈ പറഞ്ഞതുപോലെ ഗോർക്കി ഭവൻ. എവിടെ വെച്ചിട്ടാണ് നറുക്കെടുപ്പ്. റഷ്യൻ ഭാഷയിലായിട്ടേ വലിയ പിടുത്തമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം ഇതിൻ്റെ അകത്ത് സംഭവം. അപ്പോൾ ഇതിനുള്ളിൽ വെച്ചിട്ടാണ് നറുക്കെടുപ്പ്. എവിടെ വെച്ചിട്ടാണല്ലേ ഈ ആർട്ട് ഗാലറി. നറുക്കെടുക്കുന്ന സ്റ്റുഡിയോകളിൽ എല്ലാവരും നിശബ്ദത പാലിക്കുക. സ്റ്റുഡിയോയ്ക്കുള്ളിൽ പ്രവേശിക്കുന്ന മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക. വീഡിയോ ഷൂട്ടിംഗ്, ഫോട്ടോഗ്രാഫി എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. സ്റ്റുഡിയോയ്ക്കുള്ളിൽ മദ്യപിച്ച് പ്രവേശിക്കുന്നതിനെതിരെയും അടക്കം പാലിക്കാത്തവർക്കെതിരെയും നടപടി ചെയ്യുക. സംപ്രേഷണ ശേഷം വാതിൽ സൂക്ഷിക്കാൻ ഞങ്ങൾ നിർബന്ധമായിരിക്കുന്ന നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകർ ദയവായി 2:30 മുമ്പ് സ്റ്റുഡിയോയ്ക്കുള്ളിൽ പ്രവേശിക്കുക. സ്റ്റുഡിയോയ്ക്കുള്ളിൽ പ്രവേശിക്കുന്ന വ്യക്തികൾ നറുക്കെടുപ്പ് പൂർണ്ണമായി അവസാന ശേഷം മാത്രം പുറത്തുപോകുക. മേൽപ്പറഞ്ഞ നിബന്ധനകൾ കർശനമായി പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവ ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നറുക്കെടുപ്പിൻ്റെ കേന്ദ്രം. ഏജന്റുമാരും അതിനേക്കാളും എത്രയോ അധികം ഇതുമായി കച്ചവടം ചെയ്യുന്ന ആളുകൾക്കാണ് അവർക്ക് കിട്ടുന്ന വരുമാനമുണ്ട്. അങ്ങനെ വലിയ പദ്ധതിയാണ് ഇത്. കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മൾ ചെയ്യുന്നത് ക്രിസ്മസ് ബമ്പറിന്റെ നറുക്കെടുപ്പാണ്. 10 കോടിയാണ് സമ്മർ ബമ്പർ, 20 കോടിയാണ് ക്രിസ്മസ് ബമ്പറിന്റെ തുക. ഇന്നൊരു പുതിയ ഒരു കൂട്ടം ഭാഗ്യവാന്മാരെയാണ് ഇവിടെ ഈ നറുക്കെടുപ്പിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇത്രയും വലിയൊരു നറുക്കെടുപ്പ്, ഇത്രയും നല്ലൊരു വലിയ സമ്മാന ഘടന. 20 കോടി ഒന്നാം സമ്മാനം മാത്രമല്ല, 2ാം സമ്മാനം ഓരോ കോടി രൂപ വീതമാണ്. അത് 20 പേർക്കാണ്. അപ്പൊ 20 കോടി 40 കോടി ആ സമ്മാനം തന്നെയുണ്ട്. പിന്നെ അതിന് താഴോട്ടുള്ള സമ്മാനങ്ങളും അങ്ങനെയാണ്. അപ്പൊ ആ സമ്മാനമുണ്ട്. അതുപോലെ ഇന്ന് വരുന്നത് 10 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള പദ്ധതിയാണ് സമ്മർ ബമ്പർ. അപ്പൊ ഇതെല്ലാം ഏറ്റവും കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നതിന്
നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്, ഏജന്റുമാരുടെ വലിയ പിന്തുണയുണ്ട്, മാധ്യമങ്ങളുടെ സപ്പോർട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മുടെ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും സജീവമായ പ്രവർത്തനമുണ്ട്. ഏറ്റവും ന്യായമായ തരത്തിൽ ഇക്കാര്യങ്ങൾ നടക്കുവാനും കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ ഗുണം കിട്ടട്ടെ, ഇതിന്റെ സമ്മാനങ്ങൾ കിട്ടട്ടെ, ഏറ്റവും കൃത്യമായി നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച് നാടിന്റെ പുരോഗതിക്ക് ലോട്ടറി നൽകുന്ന വലിയ കാര്യമുണ്ട്. ഇതെല്ലാം പലതരത്തിൽ ജനങ്ങളിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അതിനുള്ള പ്രവർത്തനം കൂടുതൽ നന്നായി കൊണ്ടുപോകാൻ പറ്റും. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ വർഷത്തെ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ നറുക്കെടുപ്പ് പരിശോധനാ സമിതിയിലേക്ക് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജഡ്ജിംഗ് പാനൽ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സലൂജ VR, സമിതിയിലെ മറ്റംഗങ്ങളായ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ പാളയം രാജൻ, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി ജിഷ ജോൺ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷഹാന S, ബഹുമാനപ്പെട്ട സിനി സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീമതി സിനി പ്രസാദ് എന്നിവരെ നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാഗ്യക്കുറി വകുപ്പ് നിയമിച്ചിട്ടുള്ള ജോയിന്റ് ഡയറക്ടർ ശ്രീ രാജ് കപൂറിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുക്കുന്നത്. കൂടാതെ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥരെയും നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നോടിയായി 2 തവണ ട്രയൽ റൺ നടത്തുന്നു. ഇന്നും നറുക്കെടുക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി സീരീസുകൾ XA, XB, XC, XD, XE, XG, XH, XJ, XK, XL എന്നിവയാണ്. 1 ലക്ഷം മുതൽ 5,99,999 വരെയുള്ള ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് ഓരോ പരമ്പരകളിലും വകുപ്പ് അച്ചടിച്ചിട്ടുള്ളത്. ഇതിൽ 6 ലക്ഷത്തിൽ തുടങ്ങുന്ന പ്രിന്റ് ചെയ്യപ്പെടാത്ത നമ്പറുകൾ, വിറ്റഴിക്കപ്പെടാത്തവ, യന്ത്രത്തിൽ ശരിയായി കാണുവാൻ സാധിക്കാത്ത സീരീസുകൾ, നമ്പറുകൾ എന്നിവ വരുന്ന പക്ഷം അപ്പോൾ തന്നെ റദ്ദ് ചെയ്ത് നറുക്കെടുപ്പ് ആവർത്തിക്കുന്നതായിരിക്കും. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ഉം 2ഉം സമ്മാനങ്ങൾ എല്ലാ സീരീസുകൾക്കും പൊതുവായി നൽകുന്നു. 1ാം സമ്മാനം 20 കോടി രൂപയും 2ാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കും ലഭിക്കുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി 50 ലക്ഷം ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വിറ്റഴിക്കപ്പെട്ടവ 47,65,650 എണ്ണവും വിറ്റഴിക്കപ്പെടാത്തവ 2,34,350 എണ്ണവുമാണ്. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 20 കോടി രൂപയാണ് 1ാം സമ്മാന തുക. 1ാം സമ്മാനത്തിനായുള്ള നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളോട് അഭ്യർത്ഥിക്കുന്നു. നറുക്കെടുത്ത നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. 1ാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളോട് അഭ്യർത്ഥിക്കുന്നു.
ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിനായി നറുക്കെടുത്ത നമ്പർ XD387132. ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 20 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ XD387132. മറ്റെല്ലാ സീരീസുകളിലെയും ഇതേ നമ്പർ ടിക്കറ്റുകൾക്ക് സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കും. ആകെ 9 ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാനത്തുക. അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 20 പേർക്കാണ് നൽകുന്നത്. ആകെ 20 കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തുക. രണ്ടാം സമ്മാനത്തിനായുള്ള ഒന്നാമത്തെ നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് ആന്റണി രാജു അവർകളോട് അഭ്യർത്ഥിക്കുന്നു. രണ്ടാം സമ്മാനത്തിന് അർഹമായ ഒന്നാമത്തെ നമ്പർ XG209286. XG209286. അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള രണ്ടാമത്തെ നമ്പറാണ് നറുക്കെടുക്കുന്നത്. ബസ്രമർത്തുവാനായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർകളോട് അഭ്യർത്ഥിക്കുന്നു. നറുക്കെടുത്ത നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. ബസ്രമർത്തുവാനായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർകളോട് അഭ്യർത്ഥിക്കുന്നു. നറുക്കെടുത്ത നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. നറുക്കെടുപ്പ് മെഷീനിന്റെ സംവിധാനം അനുസരിച്ച് 9,99,999 വരെയുള്ള നമ്പറുകൾ നറുക്കെടുക്കപ്പെടാവുന്നതാണ്. എന്നാൽ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി 5,99,999 വരെയുള്ള നമ്പറുകളാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. വസ്ത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർകളോട് അഭ്യർത്ഥിക്കുന്നു. നറുക്കെടുത്ത നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. വസ്ത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർകളോട് അഭ്യർത്ഥിക്കുന്നു. നറുക്കെടുത്ത നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. വസ്ത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട MLA അവർകളോട് അഭ്യർത്ഥിക്കുന്നു. നറുക്കെടുത്ത നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. വസ്ത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട MLAയോട് അഭ്യർത്ഥിക്കുന്നു. രണ്ടാം സമ്മാനത്തിനായുള്ള രണ്ടാമത്തെ നമ്പർ XA550363. ഈ നമ്പർ വിറ്റഴിക്കപ്പെട്ടിട്ടില്ല. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. വസ്ത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട MLAയോട് അഭ്യർത്ഥിക്കുന്നു. രണ്ടാം സമ്മാനത്തിന് അർഹമായ രണ്ടാമത്തെ നമ്പർ XC124583. XC124583. ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനാർഹമായ XD387132 എന്ന ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഏജന്റായ ശ്രീ അനീഷ് MV, ഏജൻസി നമ്പർ C3789. ടിക്കറ്റ് വിറ്റഴിച്ച ഏജന്റിന് അഭിനന്ദനങ്ങൾ. അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള മൂന്നാമത്തെ നമ്പർ നറുക്കെടുക്കുകയാണ്. വസ്ത്രമർത്തുവാനായി ശ്രീമതി സലൂജ VR-നോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നറുക്കെടുപ്പ് മുക്കാലോളമായി. ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമൊക്കെ കണ്ടല്ലോ. ഇതാണ് ഗോർക്കി ഭവൻ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഗോർക്കി ഭവനിൽ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ ലോട്ടറി നറുക്കെടുപ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് മനസ്സിലായല്ലോ. ഇത് എവിടെയാണെന്ന സ്ഥലം കൂടെ പറഞ്ഞേക്കാം. നമ്മുടെ റഷ്യൻ ഹൗസിനകത്തെ ഗോർക്കി ഭവനിലാണ് സ്ഥിരമായി ലോട്ടറി
നറുക്കെടുപ്പ് നടക്കുന്നത്. അപ്പോൾ മറ്റൊരു വിശേഷമായി കാണാം. അതുവരെ അവർക്കും നന്ദി, നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.